ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, തൃക്കാർത്തികയല്ലേ. അപ്പോൾ വീട്ടിൽ നമ്മൾ ദീപം കത്തിക്കാമെന്ന് വിചാരിച്ചു. ചിരാതിൽ വിളക്ക് കത്തിക്കാമെന്ന് വിചാരിച്ചു. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ കുഞ്ഞുമാണ്. കുഞ്ഞുന് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ കത്തിക്കുന്നതും പരിപാടിയിലും. ആളെ മുന്നിലാണ്. അപ്പോൾ കുഞ്ഞുവിന് കത്തിക്കാൻ വേണ്ടിയിട്ട് എണ്ണയും തീരെയൊക്കെ വെച്ചേട്ടൻ റെഡിയാക്കി കൊടുക്കുകയാണ്. ഞാൻ അപ്പോൾ ഇത് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഞങ്ങൾ ദീപാവലിക്കും ഇങ്ങനെ കത്തിച്ചു വരുന്നു, തൃക്കാർത്തികയ്ക്കും ഇങ്ങനെ കത്തിക്കും. അങ്ങനെ ആൾ ഭയങ്കര ഇൻട്രസ്റ്റിലാണ്. പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. കുറേ തിരക്കുകളുണ്ടായിരുന്നു, പിന്നെ വയ്യ, അങ്ങനെയൊക്കെ ആയിരുന്നു. അതിന് ശേഷം ഇപ്പോൾ പുതിയ വീഡിയോ ഇടുന്നു. എല്ലാവരും മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമ്മളെ അമ്മ വിളക്കൊളുത്തി കാട്ടിയായിരുന്നു. അപ്പോൾ അവിടുന്ന് വിജയേട്ടൻ ദീപം കൊണ്ട് എല്ലാവിടെയും കത്തിക്കാൻ വേണ്ടിയിട്ട് തിരി തെളിയിക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് പറയുന്നുണ്ട്, ഞാൻ പിടിക്കാം. അപ്പോൾ അവൾക്കങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ, കാരണം തീയല്ലേ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ കൈ പൊള്ളാനും ഇതിനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വിജയേട്ടനും കൂടെ പിടിക്കുന്നുണ്ട്, അങ്ങനെ അവളും പിടിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ചിരാതിലായിട്ട് നമ്മളിങ്ങനെ കത്തിച്ച് വരികയാണ്. പിന്നെ ഞാൻ ഇങ്ങനെ എടുത്തു, മറ്റേ രീതിയിലാകുമ്പോൾ അത് ക്ലിയർ കിട്ടണില്ല. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ പിന്നെയും ഭംഗി തോന്നുന്നുണ്ട്. കാരണം ഇതൊരു 6 മണി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇരുട്ടാവാൻ തുടങ്ങി, മഴക്കാറ് മൂടൽ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഈ രീതിയിൽ വീഡിയോ എടുക്കുമ്പോൾ, ഇങ്ങനെ ഫോൺ വെച്ച് എടുക്കുമ്പോൾ പിന്നെയും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം കൊല്ലം ഇങ്ങനെ കത്തിക്കാറുണ്ട്. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുക എന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ എടുത്തു. സമയം കിട്ടി. ആൾക്ക് വയ്യായിരുന്നു, കുഞ്ഞിന് കയ്യിന് പരിക്ക്, തലയ്ക്ക് പരിക്ക്, അങ്ങനെയൊക്കെ ആയിട്ട് ആൾ മൊത്തം വയ്യാത്തൊരു സമയമായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോയിലൊന്നും 1 മാസമായിട്ട് ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാത്ത, 1.5 മാസം ആയിട്ടുണ്ടാവും വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പോൾ ആൾ ഉഷാറായി, ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എല്ലാ ചിരാതിലും ഇപ്പോൾ അങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ, അങ്ങനെ ഓരോ പരിപാടിക്ക് നിൽക്കണതും കത്തിക്കുന്നതും ഇത് വയ്ക്കാനും ഇതിനൊക്കെ കൂടെ നിന്ന്. ആൾക്കങ്ങനെ കൊടുക്കണില്ല അതിന് കാരണം എന്തേലും തട്ടിയാലോ വിചാരിച്ചിട്ട്. ആൾക്ക് നല്ല ഇൻട്രസ്റ്റാണ്. അപ്പം അങ്ങനെ എല്ലാ ചിരാതിലും കത്തിച്ച് മേലെ കഴുകി അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി. അവൾ തന്നെ കേട്ടോ ഇതൊക്കെ ചെയ്തത്. പറഞ്ഞു കൊടുത്ത് അതേമാതിരി ചെയ്യും. അത്രയ്ക്ക് ഇൻട്രസ്റ്റാണ് ഇതൊക്കെ ചെയ്യും. അങ്ങനെ ഓരോ തീരിയിലും നമ്മൾ ദീപം കത്തിച്ചു. അത് കുറച്ചേ ഉള്ളൂ, ഒരു 10-15 ചിരാതേ ഉള്ളൂ, തോനെയൊന്നുമില്ല, കുറച്ച്. അപ്പം അങ്ങനെ കത്തിച്ചു. തൃക്കാർത്തികയല്ലേ എന്നൊക്കെ പറഞ്ഞു. ദീപാവലിക്കും കത്തിച്ചായിരുന്നു. അപ്പോൾ അത് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. ഇതുണ്ടോ, ഞാൻ പിടിക്കട്ടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ എല്ലാവരും തിരികൾ കത്തിച്ചു, ചിരാതിലെല്ലാം കത്തിച്ചു. വീട് കാണാൻ നല്ല ചന്തമുണ്ട്, ഹെർട്ടായ ഒന്നും കൂടി ഭംഗിയുണ്ട്. ഇപ്പോൾ അതിൻ്റെ മേലെ കടന്നിട്ട് ഓരോ പോസിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാനൊക്കെ പറയുകയാണ് ആളവിടെ നിന്നിട്ട്. കണ്ടില്ലേ, ഇതാണ് ഭംഗി. കണ്ടില്ലേ എന്ത് ചന്ത. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കത്തിച്ച് വെക്കുന്നതും. ഞാൻ അതിന് മുൻഗണന കൊടുക്കാറ്. ഇപ്പോൾ കുഞ്ഞ് ജനിച്ച മുതൽ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഇങ്ങനെ കത്തിക്കുന്നതൊക്കെ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അവിടെ കടന്നിട്ട് കുറേ ഫോട്ടോ എടുക്കണം. അവിടെ കടന്നിട്ട് സ്റ്റൈലായിട്ടാട്ടോ, കണ്ടില്ലേ, സ്റ്റൈലാവുക, അങ്ങനെ ഇങ്ങനെയൊക്കെ എടുക്കുക, ഈ രീതിയിൽ എടുക്കുക, അങ്ങനെയൊക്കെ ഓരോ പോസിൽ നിൽക്കലാണ് ആളിപ്പോൾ. കണ്ടില്ലേ, ഫോട്ടോ എടുക്കണം പോസിലാണ്. അപ്പോൾ ഒന്ന് ചിരിക്കാൻ പറയുന്നുണ്ട്, അപ്പം ചിരിക്കുന്നതാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് മീ. അപ്പോൾ ഇതാണ് നമ്മൾ ലൈറ്റൊക്കെ ഓഫാക്കി രാത്രിയായപ്പോൾ എടുത്തുള്ള ഫൈനൽ ലുക്ക്.